അതായത് ഇന്ത്യ കൂടുതൽ അമേരിക്കയായിട്ട് പോയ സമയത്ത് പിന്നെ ഇസ്രായേൽ റഷ്യയുള്ള സാധനങ്ങളും എക്യുപ്മെൻസും കുറച്ച് കഴിഞ്ഞപ്പോൾ റഷ്യ കൂടുതലായിട്ട് സാധനങ്ങൾ പാകിസ്ഥാനിൽ വിൽക്കാൻ ശ്രമിച്ചു. ചൈനയായിരുന്നു ആദ്യം മീഡിയേറ്റർ, ഇപ്പോൾ റഷ്യ ഡയറക്റ്റായി. റഷ്യയും പാകിസ്ഥാനും തമ്മിൽ നയതന്ത്ര ബന്ധമുണ്ട് ശക്തമായ രീതിയിൽ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 9 പ്രാവശ്യം 2016 മുതൽ ഈ പാകിസ്ഥാൻ ആർമിയുമായിട്ടും എയർഫോഴ്സുമായിട്ടും നേവിയുമായിട്ടും ജോയിന്റ് എക്സസൈസ് ചെയ്യുകയില്ല. അവർ ചൈനയുമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം പാകിസ്ഥാൻ ആർമിയിലുള്ള പല ഓഫീസേഴ്സും ഈ മോസ്കോയിലും റഷ്യയിലുമൊക്കെയാണ് ട്രെയിൻ ചെയ്യുന്നത്. കാരണം അമേരിക്ക പഴയ പോലെ അവരെ കയറ്റുന്നില്ല. ഇപ്പോഴത്തെ നയം അനുസരിച്ച് ചിലപ്പോൾ മാറ്റിയേക്കാം. ഇതാണ് അതിൻ്റെ കാര്യം. അല്ലാതെ പൊട്ടത്തരം വിളിച്ച് പറയും. ഞാൻ പൊട്ടത്തരം പറയാറില്ല, ഞാൻ ഒതന്റിക്കേറ്റ് ചെയ്തേ പറയുകയുള്ളൂ. കാരണം ഇന്ത്യക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വന്നു കഴിയുമ്പോഴത്തേക്ക് പ്രശ്നമായി. അങ്ങനെയാണ് അവർ ഒരു ഡിനൈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. അല്ലാതെ റഷ്യൻ സാധനങ്ങൾ തന്നെയാണ്, റഷ്യൻ എൻജിൻ തന്നെയാണ് JF-17 പുതിയ വേരിയന്റ്. അത് ഓൾറെഡി അവർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു ഈ സംഭവം. ഇതാണ് അതിൻ്റെ സത്യം. അത് ഇന്ത്യ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ഡിപ്ലോമസി പരാജയപ്പെട്ടു. കാരണം റഷ്യയെ സഹായിച്ചത് നമ്മൾ ഓയിലും മേടിച്ചിട്ട് സാമ്പത്തികമായിട്ട്. പക്ഷെ പുട്ടിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ റഷ്യയിലുള്ള ഡിഫൻസ് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, വലിയ വലിയ ഫാക്ടറികൾ, ഇഞ്ചിൻ ഉണ്ടാക്കി, ഇതൊക്കെ ഇതെവിടെയും കൊണ്ട് വിൽക്കണ്ടായോ? ഇത്രയും പേർക്ക് ജോലി വേണ്ടായോ? റഷ്യ ഉക്രൈൻ വാറിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ബാൾട്ടിക് രാജ്യങ്ങൾ, ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവരുടെ സാധനങ്ങൾ വാങ്ങാതായി. പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കിൻ്റെ. കാരണം എല്ലാവരും ആൻറ്റി റഷ്യ ആയിട്ടൊക്കെ മാറി. അതിൻ്റെ പേരിൽ ഇതിന് മറ്റേ അമേരിക്കയുടെ, ഇന്ത്യയുടെയും അതിൻ്റെ റഷ്യൻ സാധനങ്ങളിലെ ബോംബുകളും മറ്റേ അർമേനിയ, ഗർമേനിയ എന്നൊക്കെ പറഞ്ഞ പോലെ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ഇവർ നേരത്തെ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. അതിപ്പോൾ അവർ ഇന്ത്യയിൽ നിന്നാണ് വാങ്ങുന്നത്. അതിനേക്കാളും വില കുറച്ച് കിട്ടുന്നുണ്ട്, കുറച്ചും കൂടി റിലയബിളാണ്. ഇതാണ് അതിൻ്റെ കാര്യം. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിഡ്ഢിത്തരമല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ ശരിക്കും ഒരു അപ്ഡേറ്റ് ചെയ്ത സംഭവമാണ്. അതിനുശേഷമാണ് ആ വീഡിയോ, സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യാം എന്തൊക്കെ റഷ്യൻ എക്യുപ്മെൻറ്റ്സ് ആണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. അവരുപയോഗിക്കുന്ന അസോൾട്ട് റൈഫിള് അതും റഷ്യൻ സാധനമാണ്. അത് അപ്ഗ്രേഡഡ് വേർഷനാണ് കൊടുത്തിരിക്കുന്നത്. ആ റഷ്യൻ സാധനം നമുക്ക് AK-1, AK-201, 202 അമേഠിയിൽ നമ്മളിത് ഉണ്ടാക്കുന്നുണ്ട് റഷ്യയുടെ സാങ്കേതിക വിദ്യയിൽ. അതിൻ്റെ മറ്റൊരു വേർഷനാണ് പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് ചൈനീസ് വേർഷനായി.